16 ചോദ്യത്തിന് ഉത്തരമായി നൽകിയിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരം. ഫിഷറീസ് വകുപ്പിൻ്റെ ഭവന നിർമ്മാണ പദ്ധതി പ്രകാരം 40,000 പേർക്ക് വീട് നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ 71,710 കുടുംബങ്ങൾക്ക് ഗ്രാമപഞ്ചായത്തുകളും 12,938 കുടുംബങ്ങൾക്ക് മുനിസിപ്പാലിറ്റികളും 12,815 കുടുംബങ്ങൾക്ക് കോർപ്പറേഷനുകളും സംസ്ഥാന സർക്കാർ നൽകുന്ന വിഹിതം ഉപയോഗിച്ച് വീട് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണന്റെ ചോദ്യത്തിന് ഉത്തരമായി ലഭിച്ച മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ വിവിധ പദ്ധതികളിലായി 4,000-ഓളം വീടുകളും നൽകിയിട്ടുണ്ട്. ഈ കണക്കുകൾ ഞാൻ പറഞ്ഞതല്ല, LDF മന്ത്രിമാർ നിയമസഭയിൽ നൽകിയ ഉത്തരങ്ങളാണ്. ഇനി കണക്ക് കൂട്ടാൻ പ്രയാസമുണ്ടെങ്കിൽ ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ വീടായി 4,58,976 ഇപ്പോൾ. കാരണം വേറെയും കുറച്ച് കണക്ക് കൂടി കിട്ടി ഞാൻ പറഞ്ഞതിന് ശേഷം. മനസ്സിലായില്ലേ? ഇതാണ് ഇന്ദിരാ ആവാസ് യോജന മന്ത്രി KT ജലീലിൻ്റെ നിയമസഭയിലെ ഉത്തരം. പറഞ്ഞിരിക്കുന്നത് 2011-12 മുതൽ 15-16 വരെ, അതായത് ഉമ്മൻചാണ്ടി ഭരിച്ചത്, ഇന്ദിരാ ആവാസ് യോജന പ്രകാരം അനുവദിച്ചത് 2,94,000 ആണെങ്കിലും ആ കാലയളവിൽ പണി തീർത്തത് 2,75,038 ആണ്. എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അനുവദിച്ച വീടുകളിൽ 74.77 ഇത് പൂർത്തിയാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നെ മന്ത്രി അനുവദിച്ച അത് പൂർത്തിയാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ. പിന്നെ വീണ്ടും ശ്രീ AK ബാലൻ്റെ മറുപടി, നിയമസഭയിലെ ഉത്തരം, AK ബാലൻ്റെ ഉത്തരം. അതിൽ അദ്ദേഹം ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ എല്ലാം ദുർബല വിഭാഗത്തിൽപ്പെട്ടവർക്കും വീട് പണിതിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിൽ പറഞ്ഞിരിക്കുന്നത് പട്ടികജാതി വിഭാഗത്തിൽ ഒട്ടാകെ അനുവദിച്ച 24,900, 32,559 വീടുകളാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ഒരു വീടിന് കേന്ദ്ര സർക്കാരും കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കണക്ക് കൃത്യമായിട്ട് എത്രയോ വീടുകളെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നിയമസഭയിൽ പിണറായി വിജയൻ്റെ മന്ത്രിസഭയിലെ മന്ത്രിമാർ തന്നെ. അപ്പം ഞാൻ 4,43,000 വീടെന്ന് പറഞ്ഞത് LDF മന്ത്രിസഭയിലെ മന്ത്രിമാർ നിയമസഭയിൽ തെറ്റിദ്ധരിപ്പിച്ച് ഉത്തരം പറയുമോ? ഉമ്മൻചാണ്ടിയുടെ കാലത്തെ വീടിനെ പറ്റിയിട്ട്. അപ്പം ആരാണ് യമണ്ടൻ നുണ പറഞ്ഞത്? നുണ പറഞ്ഞത്? മുഖ്യമന്ത്രിയാണ് നുണ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നുണ തന്നെയാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അത്ര പറയില്ലായിരുന്നു മുഖ്യമന്ത്രി, ഇപ്പം നുണ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജമായത്ത് ഇസ്ലാമിയുടെ കാര്യം വന്നപ്പോൾ പറഞ്ഞു ജമായത്ത് ഇസ്ലാമിയായിട്ട് എനിക്ക് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പം ഞാൻ ജമായത്ത് ഇസ്ലാമിയെ അദ്ദേഹം LDFന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വീഡിയോ ക്ലിപ്പ് ഞാൻ ഹാജരാക്കി. അപ്പോൾ അദ്ദേഹം സമ്മതിച്ചു. അപ്പോൾ നുണ പറഞ്ഞ ആദ്യം ജമായത്ത് ഇസ്ലാമിയായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല എന്ന് നുണ പറഞ്ഞു. ആ നുണ ഇപ്പോൾ പറ്റില്ലല്ലോ. ഇപ്പോൾ നിങ്ങളെല്ലാം ഉണ്ട് ക്യാമറ, ഇപ്പം എനിക്ക് നുണ പറയാൻ പറ്റുമോ? ഒരു 10 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ ഇതെടുത്ത് പറയും ഞാൻ പറഞ്ഞ നുണ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെടുത്ത് പറയും. ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ജമായത്ത് ഇസ്ലാമിയായിട്ട് നമുക്ക് ബന്ധമുണ്ട്. ദേശാഭിമാനിയുടെ എഡിറ്റോറിയലുണ്ട് എങ്ങനെ ജമായത്ത് ഇസ്ലാമിയെ സ്വാഗതം ചെയ്തുകൊണ്ട്. അപ്പോൾ ആ നുണ പൊളിഞ്ഞു. പിന്നെ മൂന്നാമതൊരു നുണ പറഞ്ഞത് RSSുമായിട്ട് ഒരു ബന്ധമില്ലായിരുന്നു. RSSുമായിട്ട് ചില കാലങ്ങളിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്, ചില കാലങ്ങളിൽ ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ള പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ്റെ വീഡിയോ ക്ലിപ്പും ഞാൻ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പം നുണ പറഞ്ഞു. RSS ബന്ധത്തിലും ജമായത്ത് ഇസ്ലാമി ബന്ധത്തിലും എല്ലാം മുഖ്യമന്ത്രി നുണ പറഞ്ഞു. ഇപ്പം ഈ കാര്യത്തിലും കൂടി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്ക് ഞാൻ യമണ്ടൻ നുണ പറഞ്ഞു എന്നാണ്. ആകെ 4,000 വീടേ വെച്ചുള്ളൂ. 4,43,000 എന്നുള്ളത് ഞാൻ പറഞ്ഞ യമണ്ടൻ നുണയാണ്. യമണ്ടൻ നുണ ആരാ? എന്നെ ഗീബൽസ് എന്ന് വരെ വിളിച്ചു അദ്ദേഹം. 1000 നുണ ആവർത്തിച്ച് പറഞ്ഞാൽ സത്യമായി മാറുമെന്ന് പറഞ്ഞ ഗീബൽസിനെ വരെ എന്നെ പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രി ഗീബൽസ് എന്ന് വരെ വിളിച്ചു. ഞാൻ അദ്ദേഹത്തെ ഗീബൽസ് എന്നൊന്നും വിളിക്കുന്നില്ല. നല്ല പ്രായമായുള്ള ആളുകളെന്ന് ഞാൻ അപമാനിച്ച് ഒരു വാക്ക് പോലും പറയില്ല. അതുകൊണ്ടാണ് എന്നെ മോശമായിട്ട് സംസാരിക്കുന്ന ആളുകൾ അവരുടെ എൻ്റെ പ്രായമാണെങ്കിൽ ഞാൻ പറഞ്ഞേനെ. എന്നെ ഗീബൽസ് എന്ന് വരെ വിളിച്ചു. ആരാണ് ഗീബൽസ് എന്ന് ഇനി കേരളം വിലയിരുത്തട്ടെ. ഇത് എല്ലാം എഴുതി കിട്ടിയ ഉത്തരവാണ്. നിയമസഭയിലെ റെക്കോർഡിലുള്ള ഉത്തരങ്ങളാണ്. ഒന്നും വരില്ല. ഒരു ഓവർലാപ്പിംഗ് ചെയ്തൊരു കണക്കും വരില്ല. അല്ലല്ല അതല്ല. ഇല്ല അതിൻ്റെ അകത്ത് അത് സ്റ്റേറ്റിന്റെ വേറെ. അത് AK ബാലൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു ഓവർലാപ്പിംഗും ഇല്ല. കൃത്യമായിട്ട് നിങ്ങൾക്കെല്ലാം അതിന്റെ നോട്ട് തരാം. എല്ലാവർക്കും നോട്ട്. അല്ലല്ല ഇത് തീർക്കട്ടെ. വയനാട് ഇതിപ്പോ പെട്ടെന്ന് കൈരളി അങ്ങോട്ട് പോകല്ലേ. വേറെ ആദ്യം ആർക്കെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ച് തീർത്തിട്ട് നമുക്ക് വയനാട്ടിലേക്ക് പോവാം. പറഞ്ഞോ, ചോദിച്ചോ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇതിന്റെ എല്ലാ കോപ്പി നിങ്ങൾക്ക് തരാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാനും പറ്റും. നിയമസഭയിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഞാൻ എല്ലാവർക്കും കോപ്പി തരാം. ഇതിന്റെ കോപ്പി തരാം. അല്ല കോപ്പി ഒരു ഓവർലാപ്പിംഗും ഇല്ല. ഞാൻ കോപ്പി തരാം.
കോപ്പി ഞാൻ തരാം. കേന്ദ്ര പദ്ധതി വേറെ, പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഭവന നിർമ്മാണ പദ്ധതിയാണ്, അറിയാമല്ലോ. ഭവന നിർമ്മാണ പദ്ധതിയാണ്, സെപ്പറേറ്റ് ആണ്. ലോക്കൽ ബോഡികളുടെ പദ്ധതി വേറെ പദ്ധതിയാണ്. കോർപ്പറേഷൻ്റെ പദ്ധതി വേറെ, മുനിസിപ്പാലിറ്റിയുടെ പദ്ധതി വേറെ, പഞ്ചായത്തിൻ്റെ പദ്ധതി വേറെ. ഇതെല്ലാം കൂടിയാണ് ഇപ്പോൾ ലൈഫാക്കിയത്. ലൈഫ് എന്ന് പേരിട്ടത്. ഇത്രയും വീട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമാണ്. ഇവർ വന്നതിന് ശേഷം എന്ന് പറയുന്നത് ഇവർ 10 കൊല്ലം കൊണ്ടാണ് 5 ലക്ഷം വീട് വെച്ചെന്ന, അതാണ് ഞാൻ പറഞ്ഞത്. അതിൽ തന്നെ ഞങ്ങളുടെ കാലത്ത് ഈ കൂട്ടത്തിൽ പെടാതെ 50,000 വീടുകളുടെ വർക്ക്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ ഭരണപക്ഷം ഉന്നയിച്ച ചില നുണയാരോപണങ്ങളിൽ ചില കണക്കുകൾ നിരത്തുകയാണ് നിലവിൽ വി.ഡി. സതീശൻ. നിയമസഭാ രേഖകളായിട്ടൊക്കെയാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് കോടിയേരി ബാലകൃഷ്ണന്റെ നക്ഷത്ര ചിഹ്നമിട്ട ഒരു ചോദ്യമുണ്ടായിരുന്നു നിയമസഭയിൽ. അന്ന് വിവിധ സർക്കാർ പദ്ധതികളിലൂടെ എത്ര വീട് നിർമ്മിച്ച് നൽകി എന്നുള്ളതായിരുന്നു ആ ചോദ്യം. ആ ചോദ്യത്തിൽ 4000 വീടുകൾ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതല്ല ശരിയായ കണക്ക് എന്നൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. ആ കണക്കുകളെല്ലാം തന്നെ മാധ്യമങ്ങൾക്ക് നൽകും എന്നും അദ്ദേഹം പറയുന്നു.